അപ്പോൾ വെൽക്കം ബാക്ക്. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സ്പോർട്സ് ബേസ്ഡ് സിനിമകളെ പറ്റിയിട്ടാണ്. ഈ സിനിമകളൊക്കെ ഞാൻ ഓരോ സ്പോർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സിംഗ് തുടങ്ങാം. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ അതിനകത്തേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് എനിക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേമസ് വണ്ണിൽ തുടങ്ങാം. റോക്കി 1, 2, 3, 4, 5 വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടാമതായിട്ട് ക്രീഡ് 1, 2, 3 ഞാൻ കണ്ടതാ, കീഴിലെ സിനിമ. മൂന്നാമതായിട്ട് സൗത്ത് ജയ് ജിൻഹാലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. പിന്നെ നാലാമതായിട്ട് നമ്മുടെ മലയാളത്തിലെ ആലപ്പുഴ ചിങ്കാരി. അടുത്തത് ബാസ്കറ്റ്ബോൾ. എന്റെ ബാസ്കറ്റ്ബോൾ ഇല്ല. അപ്പൊ ബാസ്കറ്റ്ബോളിൽ പറയുകയാണെങ്കിൽ അതിന് തന്നെ സ്പേസ് ടൈം 1, 2 ഉള്ള സിനിമയാണ്. രണ്ടാമതായിട്ട് ഹസിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണ്. ആൻഡ് മൂന്നാമതായിട്ട് കോച്ച് കാർട്ടർ എന്ന് പറയുന്ന സിനിമയാണ്. സോ കണ്ടുവെക്ക്. അടുത്തത് നമുക്ക് ക്രിക്കറ്റ് എടുക്കാം. എന്റെ ബാറ്റ് അടിക്കുന്നത് ക്രിക്കറ്റിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ 83 ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചതിന്റെ കഥയാണ്. രണ്ടാമതായിട്ട് ലഗാൻ, അമീർ ഖാന്റെ പഴയ ഒരു സിനിമയാണ്. ആൻഡ് മൂന്നാമതായിട്ട് എന്റെ ഫേവറേറ്റ് MS ധോണി ടോൾ സ്റ്റോറി. ആൻഡ് അവസാനമായിട്ട് ഫുട്ബോൾ. ഉള്ളത് പറയാമല്ലോ, ഫുട്ബോളിനകത്ത് അത്രയ്ക്ക് സിനിമ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഫുട്ബോളിൽ ആദ്യം തന്നെ പെലെ, ബർത്ത് ഓഫ് എ ലെജൻഡ്. രണ്ടാമതായിട്ട് നമ്മുടെ മലയാളത്തിലെ സുഡാനി ഫ്രം നൈജീരിയ. ആൻഡ് ലാസ്റ്റ്ലി എന്റെ ഫേവറേറ്റ് ഷൗലിൻ സോക്കർ. അപ്പൊ തൽക്കാലം ഞാൻ ഇത്ര പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ കേട്ടു, അല്ലാതെ ഇതിൽ കൂടുതൽ കുറെ സിനിമകളുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.